വന്നിട്ട് 15.6 ഇഞ്ച് ആൻഡ്രോയിഡ് പോസാണ്. നമുക്ക് ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമുക്കിത് ചെയ്യാം. ഇപ്പോൾ ഇത് ടച്ച് അല്ല, നോൺ ടച്ച് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷനും ചെയ്യാനായിട്ട് എനിക്ക് ബട്ടണും ഇമേജൊക്കെ വെക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഇത് ആഡ് ചെയ്യാനും അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പേര് കൊടുക്കുക, ഐറ്റത്തിന് കാറ്റഗറി, അതിനൊക്കെ പ്രൈസ്, അതിനൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇമേജ് വെക്കാനാണെങ്കിൽ ഇവിടെ ഇമേജ് എടുക്കാനും അതിനെല്ലാ ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബില്ല് ചെയ്യാനായിട്ടാണ് നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് ഇമേജ് നമുക്ക് കാണുന്നതൊക്കെ തന്നെ ഇവിടെ നമുക്ക് ഇമേജൊക്കെ വെച്ചിട്ട് ഇത് ഈ കണക്ക് ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ടാബ് വെച്ചിട്ട് ഇത് ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് നമുക്ക് ഇതിനൊക്കെ ആഡ് ചെയ്ത് പെട്ടെന്ന് ബില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾക്കുള്ള എന്തൊക്കെ ഐറ്റം ആണെന്ന് വെച്ചാൽ ഇത് വരുന്ന ഫുൾ സ്ക്രീനാണ്. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനൊക്കെ ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഇത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 2 3 അതിനൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടാനും കുറയ്ക്കാനും അതിനൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ റിമൂവ് ചെയ്യാം, സേവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബില്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ചാർജ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ പേയ്മെൻറ്റ് മോഡ് ഏതാണോ നമ്മൾ ആ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബൈ ഡിഫോൾട്ടായിട്ട് ക്യാഷ് ആണ്. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ 700 ആണ് തന്നെങ്കിൽ അതിൻ്റെ ബാലൻസ് ഇവിടെ നമുക്കിവിടെ കാണിക്കും. എന്നിട്ട് ഇത് കണക്ക് നമുക്ക് ബില്ല് പ്രിൻ്റായിട്ട് വരും. നമ്മൾ നിങ്ങളെ ഷോപ്പിൻ്റെ ലോഗോ അഡ്രസ് എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും. വളരെ ക്ലിയർ ആയിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഫോണിലും നമുക്ക് ബില്ല് ചെയ്യാം, അത് കണക്ക് നമുക്ക് സിസ്റ്റത്തിലും ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന KVT പ്രിൻ്ററാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് വയർലെസ് പ്രിൻ്ററാണ്. ഒരു 10-15 മീറ്റർ വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് പ്രിൻ്ററാണ്. ഒരുപാടുണ്ടെങ്കിൽ നമുക്കതിന് വൈഫൈ പ്രിൻ്ററെല്ലാം വയ്ക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിൻ്റർ വയ്ക്കാം. ഇത് ചെറിയ ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് നമുക്ക് വെയിറ്റർക്ക് ഓർഡർ എടുക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഓർഡർ എടുക്കാനായിട്ടുള്ളതാണ്. നമുക്ക് കാണാം ഇത് തന്നെ സെയിം സ്ക്രീൻ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വെയിറ്റർക്ക് വേണമെങ്കിൽ ടേബിൾ വൈസ് ഓർഡർ എടുക്കാം, റൂം വൈസ് ആയാലും ഓർഡർ എടുക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ എന്തൊക്കെ ഐറ്റം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ടേബിൾ ഏതാണ്, ടേബിളാണോ റൂമാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ടേബിൾ സെലക്ട് ചെയ്ത് നമുക്കിപ്പോൾ ടേബിൾ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടേബിൾ 1 സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനൊക്കെ KVT പ്രിന്റ് വരും. ഇപ്പോൾ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലും നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഇതേ സെയിം ടൈം തന്നെ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കിപ്പോൾ ആ ടേബിളിൽ ഇപ്പോൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്ത് ഇപ്പോൾ ഈ ഐറ്റം നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തിലും കിട്ടും. സെയിം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനിയും വീണ്ടും നമ്മളിപ്പോൾ ഓർഡർ എടുക്കുകയാണ്, നമുക്ക് വീണ്ടും ഓർഡർ എടുത്തിട്ട് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബില്ല് ചെയ്യണമെങ്കിൽ ബില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഐറ്റം ആഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. അത് കണക്ക് നമുക്കിത് ഇനി ബില്ല് ചെയ്യാനാണെങ്കിൽ നമുക്കിത് ഈ ഐറ്റം ഇതെടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഐറ്റവും നമുക്കിവിടെ കാണും. എന്നിട്ട് ബില്ലിംഗ് സ്ക്രീനാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കസ്റ്റമർ എത്രയാണ് തന്നോ 900 ആണെങ്കിൽ 900, എന്നിട്ട് പ്രിൻ്റ് റെസീറ്റ് കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് നമുക്ക് ബില്ല് പ്രിൻ്റായിട്ട് വരും. നിങ്ങളെ ഷോപ്പിൻ്റെ ലോഗോ അഡ്രസ്സ് എല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും. വളരെ എളുപ്പമാണ്, ആർക്കും ഇത് ബില്ല് ചെയ്യാൻ പറ്റുന്നതാണ്.